31 വയസ്സുകാരനായ ഒരു യുവാവ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അല്ല, ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഡിസംബർ 17-ന് പാലക്കാട് അട്ടപ്പാളത്ത് വെച്ച് മോഷണക്കുറ്റം ആരോപിച്ച് ഒരു സംഘം ആളുകൾ ഛത്തീസ്ഗഡ് സ്വദേശിയായ അതിഥി തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. പോലീസ് എത്തിയതിനു ശേഷവും ഏകദേശം 1 മണിക്കൂറോളം മൃതപ്രായനായ ശരീരം അവിടെ തന്നെ കിടന്നു. ഒടുവിൽ രക്തം ഛർദ്ദിച്ച് ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങി. റിപ്പോർട്ടുകൾ പ്രകാരം രാമനാരായൺ ഭയാർ എന്ന ഛത്തീസ്ഗഡ് സ്വദേശിയായ ആ യുവാവിന്റെ ശരീരത്തിൽ തല മുതൽ പാദം വരെ 80ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. അസ്ഥികൾ പലതും തകർക്കപ്പെട്ടിരുന്നു. കേരളത്തിൽ വന്നിട്ട് വെറും 3 ദിവസം മാത്രമായ ഒരു മനുഷ്യനോട് നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊല്ലുന്ന ഒരു കാടൻ സംസ്കാരത്തിലേക്കാണ് നമ്മൾ മാറുന്നത്. ഇത് ആദ്യമായല്ല കേരളത്തിൽ ഇത്തരം ക്രൂരതകൾ നടക്കുന്നത്. വാളയാറിലെ പെൺകുട്ടികളുടെ മരണം മുതൽ അട്ടപ്പാടിയിൽ വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് കൊല്ലപ്പെട്ട മധു എന്ന ആദിവാസി യുവാവ് വരെ നമ്മളുടെ മുന്നിലെ കറുത്ത ഓർമ്മകളാണ്. കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് പണം നൽകി കൈ കഴുകാൻ സർക്കാരുകൾക്ക് സാധിക്കുമായിരിക്കും. എന്നാൽ മനുഷ്യജീവൻ പണം കൊണ്ട് പകരമാക്കാൻ കഴിയുന്നതാണോ? നാം എവിടെയാണ് പരാജയപ്പെട്ടു പോയത്? ആൾക്കൂട്ട വിചാരണയിലൂടെ ഒരാളെ കൊല്ലാമെന്നത് വെറും ഒരു ധാരണയല്ല, അതൊരു ക്രിമിനൽ മനോഭാവമാണ്. ഇത് നിങ്ങളുടെ ആണത്വം തെളിയിക്കാനുള്ള അവസരമല്ല. ഒരാൾ എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും അയാളെ തടഞ്ഞു വെക്കാനോ പോലീസിൽ ഏൽപ്പിക്കാനോ മാത്രമേ പൊതുജനത്തിന് അധികാരമുള്ളൂ. നിയമം കയ്യിലെടുക്കാനും ഒരാളുടെ ജീവൻ അപഹരിക്കുവാനും ആർക്കും അവകാശമില്ല. ഈ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ആ മനുഷ്യന്റെ ദയനീയാവസ്ഥയും അയാളുടെ രൂപവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ അപരിചിതനായ ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടാൽ വാർഡ് മെമ്പറെയോ പോലീസിനെയോ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഭാഷ അറിയില്ലെങ്കിൽ അത് അറിയാവുന്നവരുടെ സഹായം തേടണം. ഈ കൊലപാതകത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. അയാൾ തന്റെ നിസ്സഹായാവസ്ഥ വിളിച്ചു പറയുമ്പോൾ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് മുഖത്തടിക്കുന്നതൊക്കെ അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അയാൾ പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലാകും. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നും നിങ്ങൾ കൊന്നത് ഒരു നിരപരാധിയാണെന്നും എനിക്ക് ബോധ്യമുണ്ട്. ഈ ക്രൂരതയ്ക്ക് യാതൊരു ന്യായീകരണവുമില്ല. ഒരു മനുഷ്യന്റെ സ്വത്വം ചോദിച്ചറിഞ്ഞ് അവനെ ഇല്ലാതാക്കുന്നവർ നാളെ ആരെ ഇല്ലാതാക്കാം, നാളെ ആരെ ഇരയാക്കാം. രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ ഇത്തരം ക്രൂരതകളെ ന്യായീകരിക്കുന്നവരൊന്നും ഓർക്കേണ്ടതാണ്. നിങ്ങളുടെ ഈ മനോഭാവം കേരളത്തിൽ നിന്നല്ല, ഈ ലോകത്തിന് തന്നെ അപമാനമാണ്. സ്വന്തം രാഷ്ട്രീയ ബോധം പോലും തിരിച്ചറിയാതെ ഇത്തരം ക്രൂരതകളിൽ പങ്കാളികളാകുന്നവർ മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ ക്രൂരത കണ്ട് മിണ്ടാതിരിക്കുന്നവരും ഇതിനെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കുന്നവരും എല്ലാം ഈ പാതകത്തിൽ പങ്കാളികളാണ്. ഒരു കേരളീയൻ എന്ന നിലയിൽ ആ പാവം തൊഴിലാളിയോട് ഞാൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. ഈ കപട പുരോഗമന കേരളം ഇനി എന്തെങ്കിലും കണ്ണു തുറക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. ഈ കൊലപാതകത്തിന് പിന്നിൽ സംഘപരിവാർ പ്രവർത്തകരാണെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിനുള്ളിൽ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവരോടും ഇവരെപ്പോലുള്ളവരോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ? ചരിത്രത്തിലോ വർത്തമാനത്തിലോ ഒരിക്കൽ പോലും ദളിതർക്കോ പിന്നോക്കക്കാർക്കോ ഒപ്പം നിന്നിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയമാണ് സംഘപരിവാറിൻ്റെത്. നരേന്ദ്രമോദി സർക്കാർ ചില പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു സർക്കാർ എന്ന നിലയിലുള്ള കടമ മാത്രമാണ്. എന്നാൽ ആശയപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമൂഹിക അന്തസ്സിനെ താഴ്ത്തി കെട്ടുന്ന ഒരു ഘടനയിലാണ് ആ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. നിങ്ങൾ മുസ്ലിങ്ങളെ വെറുക്കുന്നവരായതുകൊണ്ടോ സംഘപരിവാർ ആയതുകൊണ്ടോ മാത്രമല്ല ഞാനിതിനെ എതിർക്കുന്നത്. മറിച്ച് നിങ്ങളെക്കാൾ ശേഷി കുറഞ്ഞ ഒരു ഇരയെ കിട്ടിയപ്പോൾ അയാളെ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത നികൃഷ്ടമായ ആ മനോഭാവത്തെയാണ് ഞാൻ എതിർക്കുന്നത്. സ്വന്തം കരുത്ത് തെളിയിക്കാനായി നിസ്സഹായനായ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്ന നിങ്ങൾ വെറും ബുദ്ധിശൂന്യരും മണ്ടന്മാരും ക്രിമിനലുമാണ്. ഇത്തരം ക്രൂരകൃത്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരും ഇതിനെ ആസ്വദിക്കുന്നവരും ഈ പാതകത്തിന് തുല്യ ഉത്തരവാദികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷെയ്മ് ഓൺ യു. ഷെയ്മ് ഓൺ യു.